ലോട്ടറി ഹറാമാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ദുബായ് പോലുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ എന്തുകൊണ്ട് അത് സപ്പോർട്ട് ചെയ്യുന്നു? ഏത് ഹദീസാണ് ഇത് ഹറാമാക്കിയത് എന്നത് ചോദിക്കുന്നുണ്ട്. ഹദീസല്ല, ഖുർആനിലെ ആയത്ത് തന്നെ ഉണ്ട്. അതായത് മൈസർ എന്നുള്ള പദപ്രയോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിഷിദ്ധമാക്കിയ കാര്യങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് മൈസർ. മൈസർ എന്ന് പറഞ്ഞാൽ ചൂതാട്ടം. യസീർ എന്നുള്ള പദത്തിൽ നിന്നാണ്, യുസ്ർ എന്നൊക്കെയുള്ള പദത്തിൽ നിന്നാണ് ഈ മൈസർ എന്നുള്ള പദം ഉണ്ടായിട്ടുള്ളത്. അതായത് പെട്ടെന്ന് പണം സമ്പാദിക്കുവാനുള്ള വഴികളാണ് ഈ മൈസറിൽ വരിക. ലോട്ടറി എന്ന് പറയുന്നത് നബി നിഷിദ്ധമാക്കിയിട്ടുള്ള ഖിമാർ എന്ന് പറഞ്ഞ കച്ചവടം, അതിലാണ് വരിക. ഖിമാർ എന്ന് പറഞ്ഞാൽ പന്തയം. ഖിമാറിൽ വരിക എന്ന് വെച്ചാൽ ഒരു വസ്തു ലഭിക്കുവാനായിട്ട് കുറേ ആളുകൾ പണം ഇറക്കും, എന്നിട്ട് അതിൽ ചില ആളുകൾക്ക് മാത്രം എന്താവും ആ വസ്തു ലഭിക്കും, ബാക്കിയുള്ള ആളുകൾക്കൊക്കെ പണം നഷ്ടമായിരിക്കും. ഈ രൂപത്തിൽ ഉള്ള കച്ചവടങ്ങളാണ് ഖിമാറിൽ വരിക. ലോട്ടറിയിൽ അതാണ് സംഭവിക്കുന്നത്. ലോട്ടറിയിൽ എല്ലാ ആളുകളും സമ്മാനം കിട്ടണമെന്ന ഉദ്ദേശത്തോടു കൂടി പണം ഇറക്കുന്നു. എന്നാൽ അതിലുള്ള ഏതാനും ചില ആളുകൾക്ക് സമ്മാനം ലഭിക്കും, മഹാഭൂരിഭാഗം ആളുകൾക്ക് സമ്മാനം ലഭിക്കുകയുമില്ല. ഇവിടെ രണ്ടർത്ഥത്തിൽ, ഒന്ന് സംഘാടകർ എന്തായിരുന്നാൽ സമ്പന്നന്മാരാവുന്നു, കാരണം എല്ലാവരും ചെറിയ സംഖ്യ അടച്ചു. അവർ സമ്മാനമായി പ്രഖ്യാപിച്ചതിനേക്കാളും എത്രയോ ഇരട്ടി തുക അതിൻ്റെ ഭാഗമായി കൊണ്ടുണ്ടാവുന്നു. അതേപോലെ തന്നെ സമ്മാനം അടിക്കുന്ന ആളുകളും ഒറ്റയടിക്കുണ്ടാവുന്നു, അവർ സമ്പന്നന്മാരാവുകയും അതേസമയം സമ്മാനം അടിക്കാത്തവരൊക്കെ ഒറ്റയടിക്ക് തന്നെ അവരൊക്കെ ദരിദ്രരായി മാറുകയും ചെയ്യുന്നു. ആ പൈസ അവർക്ക് നഷ്ടമായി പോകുന്നു പൂർണ്ണമായും. അതുകൊണ്ടാണ് പിന്നീട് ഇസ്ലാമിക രാജ്യങ്ങൾ എന്ന് പറയുന്ന പേരിൽ ലോകത്ത് അറിയപ്പെട്ട രാജ്യങ്ങളിലെല്ലാം ഇസ്ലാമിക നിയമങ്ങളാണ് നടപ്പിലാകുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരു നാട്ടിലെ നിയമം എന്നുള്ള നിലക്ക് അവിടുത്തെ ഭരണകൂടവും അവിടുത്തെ ഭരണാധികാരികളൊക്കെയാണ് ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാറുള്ളത് എന്നതുകൊണ്ട് നമുക്കത് എന്താ കഴിയില്ല. അപ്പോൾ UAE അങ്ങനെ ഉണ്ട്, അല്ലെങ്കിൽ സൗദിയിൽ ഇങ്ങനെ ഉണ്ട് എന്നത് ഇസ്ലാമികമായി കൊണ്ട് നമുക്ക് തെളിവ് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പ്രമാണത്തിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ടോ അതാണ് നമ്മൾ എന്താക്കേണ്ടത്, നമ്മൾ അതിനെയാണ് അടിസ്ഥാനമായി കാണേണ്ടത്. എന്നാൽ രാഷ്ട്രീയപരമായി കൊണ്ട് രാഷ്ട്രത്തിന് അതിൻ്റെതായ നിലപാടുകളും നയങ്ങളൊക്കെ ഉണ്ടാവും. ആ നയങ്ങളിൽ എല്ലാവരും പങ്കുചേരണമെന്ന് ആ രാജ്യം പറയുന്നുണ്ട് എങ്കിലാണ് നമ്മളവിടെ എന്താക്കേണ്ടതുള്ളൂ, അതൊരു വിഷയമായി കാണേണ്ടതുള്ളൂ എന്നതാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് വിട്ടു നിൽക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ എങ്കിൽ നമ്മളതിൽ നിന്ന് വിട്ടു നിൽക്കുന്നു. ഇല്ല, വിട്ടു നിൽക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെയാണ് ലാ തഅത്തിൽ മഖ്ലൂഖിൻ ഫി മഅസിയത്തിൽ ഖാലിഖ്. ഒരു പടപ്പിനെ നമ്മൾ ആ വിഷയത്തിൽ അനുസരിക്കേണ്ടതുമില്ല എന്നതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഒരു നാട്ടിൽ ഒരു ചൂതാട്ടം തുടങ്ങി എന്നത്, അല്ലെങ്കിൽ ഒരു നാട്ടിൽ ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾ ഒരു ഇസ്ലാമിക രാജ്യത്ത് തുടങ്ങി എന്നത് അത് ഹലാലാണ് എന്നതിനുള്ള തെളിവല്ല. അതിന് ആ നാട്ടിലെ ഭരണകൂടത്തിൻ്റെ കയ്യിൽ അതിനാവശ്യമായ രൂപത്തിലുള്ള മസ്ലഹത്തുകളും മഫ്സദത്തുകളും ഒക്കെ അവർ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം അത് ചെയ്തിട്ടുണ്ടാവുക. ഏതായിരുന്നാലും ആ കാര്യം അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.